ദിലീപിന്റെ കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിന് പ്രാരംഭമായിട്ട് ഹൈക്കോടതിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ വാങ്ങിച്ചു കഴിഞ്ഞു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജയകുമാറിന്റെ ഒപ്പീനിയൻ ഗവൺമെന്റിന് ലഭിച്ചു. DGPയുടെ തീരുമാനങ്ങളും സംസ്ഥാന പോലീസ് മേധാവിയുടെ തീരുമാനങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുക്കാൻ സാങ്ഷനായി എന്നാണ് വാർത്ത വരുന്നത്. ഹൈക്കോടതിയിൽ അത് ഈ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനകം ഫയൽ ചെയ്യും എന്നാണ് കരുതുന്നത്. അത് ബൃഹത്തായ ഒരു ജോലിയാണ്. അത് ആ കേസ് ഹൈക്കോടതിയിൽ വാദിക്കാനായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണോ അതോ ഡൽഹിയിൽ നിന്നുള്ള സീനിയർ അഡ്വക്കേറ്റ്സുമാരെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ മരുമകൻ എന്ന ഒരു സിനിമയിലെ ഇതേ രീതിയിലുള്ളൊരു കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ആ സിനിമയ്ക്കകത്ത് സുരാജ് വെഞ്ഞാറമ്മൂഴാണ് കൊട്ടേഷൻ നടപ്പാക്കുന്നത്. പക്ഷെ അയാൾക്ക് ആ പെൺകുട്ടിയെ അവര് റേപ്പിന് കൊട്ടേഷൻ കൊടുത്തെങ്കിലും ആളുമാറി റേപ്പ് ചെയ്യുന്ന ഒരു സീനാണ് അതിനകത്ത് ആ സിനിമ ഈ മിസ്റ്റർ മരുമകളിലായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ദിലീപിനെ ഈ കൊട്ടേഷൻ റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്നത് അങ്ങനെ ഒരു സീന് ഉള്ള ഒരു സിനിമ മിസ്റ്റർ മരുമകൻ ഉണ്ട്. അത് 2012 ഇറങ്ങിയതാണ്. ഈ സംഭവം 2017 അതുകൊണ്ട് ദിലീപിന്റെ കൈവശം ആ ഐഡിയ ഉണ്ട്. അത് ദിലീപ് ഒരു സിനിമ ആക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എന്നെ ഒരാൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ മരുമകനെ അകത്ത് ഇതേ സീനുണ്ടല്ലോ ഒരു റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ ആള് മാറി റേപ്പ് ചെയ്യുന്നൊക്കെയാണ് വരുന്നത്. അപ്പം ഇതൊരു പുതിയ ഐഡിയ അല്ല ദിലീപിന് ഇത് അറിയാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടപ്പാക്കിയത്. അല്ലാതെ കോടതി പരിഗണിച്ച തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ കോടതിയുടെ ആ ചിന്താഗതിയിൽ അങ്ങനെ ഒരു ഒഫൻസ് ഇല്ല, നടന്നിട്ടില്ല, അങ്ങനെ ഒരു നോളജ് ദിലീപിന് ഇല്ല എന്നൊക്കെ തന്നെയുള്ള ആണ് ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അയാളുടെ ഒരു സിനിമ മിസ്റ്റർ മരുമകനില്ലാത്ത ഇതേ സീനുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തരം വഷളായ ഇതുപോലെയുള്ള ചിന്താഗതികൾ അതൊക്കെ വെച്ചു പുലർത്തുന്ന ഒരു പ്രൊഡ്യൂസർ കം ആക്ടറാണ് ദിലീപ് എന്ന് ക്ലിയറാണ്. കാരണം അതൊരു പുതിയ ഐഡിയ ആണ്. അങ്ങേര് കാണുമ്പോൾ അത് അന്തം വിട്ടുപോയി എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അത് വേറെ ആർക്കും ഇതുപോലുള്ള ഈ ബാഡ് ഐഡിയ വഷളൻ ഐഡിയ ഒന്നും തോന്നത്തില്ല. പക്ഷെ ഇയാളുടെ സിനിമയിലെല്ലാം അങ്ങനത്തെ ധാരാളം വഷളായ ഐഡിയകളാണ് പല സിനിമയിലും പിന്നീട് ഇറങ്ങിയ ഈ സംഭവത്തിന് ശേഷം ഇറങ്ങിയതെല്ലാം ഇദ്ദേഹത്തിനെ വെള്ളപൂശാനായിട്ട് ശ്രമിക്കുന്ന കുറേ സിനിമകളാണ്. ഇതുപോലത്തെ ഉള്ള സിറ്റുവേഷനാണ് പല സിനിമയ്ക്കകത്തും. അതിൻ്റെ അകത്ത് ഇയാൾ അജയനായിട്ട് ജയിച്ചു വരുന്ന സീനുകളൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു സംഭവം മിസ്റ്റർ മരുമകൻ്റെ ഐഡിയ 2012 പുള്ളിയുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൂടെ പ്രോസിക്യൂഷൻ കോടതി കാണിക്കണമായിരുന്നു, കൊടുക്കണമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് പുലർത്തുന്ന ആൾ തന്നെയാണ്. അതിന് ആൾക്കാരുണ്ടാവും, അതിന് ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടാവും. അതൊക്കെ തന്നെയായിരുന്നു ഈ കേസിൻ്റെ പിൻബലം എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ എന്തായാലും പ്രോസിക്യൂഷൻ ഇപ്പം ഈ കേസ് അപ്പീൽ കൊടുക്കാൻ തയ്യാറായി. അപ്പീൽ ഒരാഴ്ചക്കകം റെഡിയാവുമെന്ന് കരുതുന്നു. അപ്പീൽ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായി, കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഹൈക്കോടതിയിൽ ഈ കേസ് കഴിയുന്ന നേരത്തെ ഇതൊന്ന് പരിഗണനയിൽ എടുക്കേണ്ടതാണ് ആവശ്യം. കാരണം സീനിയോറിറ്റി വെച്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഈ അടുത്ത കാലത്തെങ്ങും ഇത് അപ്പീലിൽ എടുക്കില്ല. പക്ഷേ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായ ശിക്ഷ കൊടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബാഡ് ഐഡിയ വെച്ച് നടക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ട്, അവർക്കൊരു പാഠമാവുകയും സമൂഹത്തിൻ്റെ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് ഈ കേസിനെ ശിക്ഷിക്കാതെ പോയ ചില പ്രതികളുണ്ട്. അവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് ഹൈക്കോടതി തയ്യാറാകണം. അതുകൊണ്ട് ഈ കേസിൻ്റെ അപ്പീൽ എത്രയും പെട്ടെന്ന് പരിഗണിക്കണം എന്ന് തന്നെയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ വാദഗതി.